ഹലോ മക്കളെ, അഖിൽനാമസ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും മോഡൽ എക്സാമിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ്. നമുക്കാണെങ്കിൽ എക്കണോമിക്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് അതിൽ തിയറിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു സംശയമാണ്, ഈ എക്കണോമിക്സിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, അതന്നെ ഈ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് നമുക്ക് ആ എസ് എ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൽ +1 എക്കണോമിക്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് എസ് എ ചോദ്യങ്ങൾ വരിക, ആ ചോദ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കാം, അതിനെങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ LPG, പോവേർട്ടി, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കാം നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്നാണെങ്കിൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ നിന്നും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നുമാണ് എസ് എ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ആ എസ് എ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, അതിനെങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം, ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, അതുകൂടി നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മുടെ LPG എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് അനലൈസ് ദ ലിബറലൈസേഷൻ പോളിസി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ലിബറലൈസേഷൻ പോളിസി മെഷേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാനൊരു സ്കോപ്പുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസ് എന്താണ്, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് എന്താണ്, അതുപോലെ തന്നെ ടാക്സ് റീഫോംസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസിലും അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റീഫോംസ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഇത് 8 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ ഇത് മാത്രം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പോവേർട്ടി എന്നുള്ള ചാപ്റ്റർ ഉറപ്പായിട്ടും ഒരുപാട് വെയിറ്റേജ് ഉള്ള ഏകദേശം 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒരു എസ് എ ചോദ്യം എന്തായാലും പോവേർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും. പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അപ്രോച്ചസ് തന്നെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്കറിയാം ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ തന്നെ പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാമിൽ നമുക്ക് ഇത്രയും മെഷേഴ്സ് ഉണ്ട്. അതായത് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, MGNREGP. അപ്പോൾ ഇത്രയും ഉണ്ട്. ഇത് നിങ്ങൾ വെറുതെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിന്റെ കൂടെ അതെന്താണ് എന്നുള്ള എക്സ്പ്ലനേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യണം, കാരണം 8 മാർക്കിന്റെ ചോദ്യമാണ്. കൂടാതെ ബേസിക് അമ്യൂണിറ്റീസിന് കൊടുക്കുന്ന പ്രൊവിഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കണം. ഇതൊക്കെ പോവേർട്ടി അലിവിയേഷന് വേണ്ടിയുള്ള അപ്രോച്ചസ് ആണ്, പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്താൽ മാത്രം വരെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി പഠിക്കുക. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും മക്കൾ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിന് എല്ലാ വർഷവും കാണാറുള്ള ചോദ്യം ഇത് തന്നെയാണ്. മീനും മീഡിയനും മോഡും ഒരുമിച്ച് കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ. സാധാരണ രീതിയിൽ ഇത് കണ്ടിന്യൂസ് സീരീസിൽ നിന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. മീനും മീഡിയനും മോഡും കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ കാണാം എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മീൻ ആവുന്ന സമയത്ത് നമുക്കറിയാം σ/FM/n എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആയിരിക്കും, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി ആണ്. എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്, ഈ ക്ലാസ്സുകളുടെയൊക്കെ മിഡ് പോയിന്റ് ആണ് പറയുന്നത്. അതായത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് /2. അപ്പം ആദ്യം നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ ഈ കണ്ടുപിടിച്ച എമ്മിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് FM. പിന്നെ ഈ FM-ന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ N ആണ്, N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. പിന്നെ ഇത് ഇക്വേഷനിലിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അരിത്തമെറ്റിക് മീൻ കിട്ടും. ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതായത് ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. അതിനുശേഷം n/2 നമ്മൾ കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. n/2 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കിട്ടും. ഈ നമ്പർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കും. ഇപ്പോൾ ഇവിടെ 50-ലാണെങ്കിൽ ഇതാണ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുലയാണ് L+n/2 - CF/F × H. അപ്പോൾ ഇതിൽ L എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. n/2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. CF എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ തൊട്ടു മുന്നേയുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ഈ അടിയിലുള്ള F എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ തന്നെ ഫ്രീക്വൻസി ആണ്. H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്താൽ നമുക്ക് മീഡിയൻ കിട്ടും. ഓക്കെ, പിന്നെ അവസാനമായിട്ട് മോഡ് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ഏതാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, സോ ഇതാണ് ആ ക്ലാസ്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് L+D1 / D1 + D2 × H. ഇതിൽ L എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് തന്നെയാണ്. D1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തൊട്ടു മുന്നേയുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ D2 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് ഇട്ട് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, മോഡ് കിട്ടും. ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ മീനിന്റെയും മീഡിയന്റെയും മോഡിന്റെയും ഇക്വേഷൻ പഠിച്ചു വെക്കാം. ദെൻ
അനലൈസ് ദ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. ഇതാണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ്. ഇത് വെറുതെ ലിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. ദെൻ അവസാനമായിട്ട് നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഈ രീതിയിൽ ഒജീവ് വരയ്ക്കാനുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം 8 മാർക്കിന്. ദെൻ അതിൽ നമ്മൾക്ക് ഇവിടെ ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ടായിരിക്കും. ആദ്യം നിങ്ങൾ ലെസ് ദാൻ ഒജീവും വരയ്ക്കണം, മോർ ദാൻ ഒജീവും വരയ്ക്കണം. കാരണം ഇവിടെ മീഡിയൻ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ കൂടി പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ദാൻ എന്നിട്ടതിന് ശേഷം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. അതിനുശേഷം മോർ ദാൻ ഇട്ടതിന് ശേഷം മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇതാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, ലെസ് ദാൻ അല്ലെങ്കിൽ മോർ ദാൻ എന്നുള്ള ആ വാല്യൂസ് കൊടുക്കും. ഇവിടെയാണ് നമ്മൾ ഫ്രീക്വൻസി വൈ ആക്സിസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊടുക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ലെസ് ദാനും അതുപോലെ തന്നെ ലെസ് ദാനും മോർ ദാനും ഒജീവ് വരച്ചതിന് ശേഷം ഈ 2 ഒജീവും എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് താഴേക്ക് ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മീഡിയൻ. ഇങ്ങനെയാണ് മീഡിയൻ നമ്മൾ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മുടെ +1 എക്കണോമിക്സ് എക്സാമിന് എസ് എ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഈ ഭാഗങ്ങളിൽ നിന്നായിരിക്കണം നമ്മുടെ എസ് എ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. സോ ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോകരുത്. സോ നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.